ശ്രീ രാധാകൃഷ്ണൻ, ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നു ഈ വിഷയത്തിൽ. ഹൈക്കോടതി ADGPയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്കും ശബരിമലയിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് അറിയാം അല്ലേ? താങ്കൾ നേരത്തെ ജനൻ TV-യോട് തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 2019 പുനഃസ്ഥാപിച്ചത് വ്യാജ പാളികളാണ്. അങ്ങനെ ഈ ഡ്യൂപ്ലിക്കേറ്റ് പാളികൾ സ്ഥാപിച്ചത് യഥാർത്ഥ സ്വർണം അപഹരിക്കാനാണെന്ന് താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച നടന്നിരുന്നോ? സാധാരണ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ, അവർക്ക് പല കാര്യങ്ങളും അറിയാം. ഇപ്പോൾ റിട്ടയേർഡ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരൊക്കെ വിളിക്കുന്നുണ്ട്. പലർക്കും അറിയാം കാര്യങ്ങൾ. അവിടെ നടക്കുന്ന അഴിമതി, അടിച്ചുമാറ്റൽ, കൊള്ള, കവർച്ച എല്ലാം അറിയാം. പക്ഷേ അവർക്ക് തുറന്ന് പറയാൻ ഭയമാണ്. പക്ഷേ ഇപ്പോൾ വെളിപ്പെടുത്തലുകളുമായി പലരും മുന്നോട്ട് വരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് താങ്കൾക്കറിയാമോ? ആരാണ് അയാളെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്? ഇപ്പോഴും പല സമസ്യകളും ഉത്തരം ലഭിക്കാതെ അവശേഷിക്കുകയാണ്. ഇതിൽ യഥാർത്ഥ പ്രതികൾ ആരൊക്കെയാണ്? ഇന്ന് ഹൈക്കോടതി പറഞ്ഞത് യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ്. നോക്കൂ, നേരത്തെയും ഇതുപോലുള്ള അടിച്ചുമാറ്റലുകൾ, അഴിമതിയൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കോടിയുടെ പാത്രങ്ങൾ വാങ്ങി എന്നൊക്കെ പറഞ്ഞ് വലിയ അന്വേഷണവും കോലാഹലവും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്, അയാൾ വിരമിച്ചു, പക്ഷേ അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ പോലും കൊടുത്തിട്ടുണ്ട്. അതുപോലും തടഞ്ഞു വെച്ചിട്ടില്ല. ഈ അടിച്ചു മാറ്റിയ പണം ഏകദേശം 1.5 കോടി രൂപ തിരിച്ചടക്കണം എന്നൊക്കെയായിരുന്നു ഉത്തരവുണ്ടായിരുന്നത്. പക്ഷേ അതുപോലും പാലിക്കപ്പെട്ടിട്ടില്ല. അപ്പം നോക്കൂ, ഇതിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത്, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നവർക്ക് എന്തൊക്കെ അടിച്ചു മാറ്റാൻ പറ്റും, എന്തൊക്കെ കൊള്ളയടിക്കാൻ പറ്റും, എന്തൊക്കെ കവർച്ച നടത്താൻ പറ്റും, അതൊക്കെ നടത്തും. അതിനുശേഷം ഇവർ തമ്മിൽ പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒത്തുതീർപ്പിന് തയ്യാറാകും. അങ്ങനെ ഒരു ചരിത്രമല്ലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ടാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. ഈ അന്വേഷണം, ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്, 2 പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം. പക്ഷേ എങ്കിലും ശംഖു ചൂണ്ടിക്കാണിച്ചതുപോലെ അവർക്ക് എത്ര സ്വതന്ത്രമായി അന്വേഷിക്കാൻ സാധിക്കും? കാരണം താപ്പാനകളാണ് ഉള്ളത്. ഇതിൽ ദേവസ്വം ബോർഡ് മാത്രമല്ല പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, സർക്കാർ കൂടിയല്ലേ ശ്രീ രാധാകൃഷ്ണൻ? പ്രിയപ്പെട്ട അനിൽ നമ്പ്യാർ, ഈ നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു പഴഞ്ചൊല്ലുണ്ട്, കുളിപ്പിച്ച് കുഞ്ഞില്ലാതെ. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രം, അല്ലെ, ദേവസ്വം ബോർഡ് ഇന്ന് അവിടെയാണ് നിൽക്കുന്നത്. 1949 കവനൻ്റ് ഉണ്ടാവുകയും തുടർന്ന് ബോർഡ് ഉണ്ടാവുകയും ചെയ്തു. ആ ബോർഡ് ഭരിക്കാൻ രാഷ്ട്രീയേതരമായ സമൂഹത്തിലെ സമുന്നതരായ ആളുകൾ, ബഹുമാന്യരായ ആളുകൾ, ദേവസ്വം ബോർഡിലെ പ്രസിഡൻറ്റിനും മെമ്പർമാർക്കും കിട്ടുന്ന ഇപ്പോൾ നൽകുന്ന വേതനം മാനവേതനമെന്ന നിർവചനത്തിലുള്ളതാണ്. അവരുടെ മാന്യത, അപ്പോൾ മാന്യതയുള്ള ആളുകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിയമിച്ചത്, ഹോണറേറിയം. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഏത് മേഖലയിലും രാഷ്ട്രീയ അതിപ്രസരമുണ്ടായിരിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായാലും അംഗങ്ങളായാലും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരായാലും അവരെ നയിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് താല്പര്യങ്ങളല്ല, മറിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. ഈ താല്പര്യങ്ങൾ വന്നപ്പോഴാണ് ഈ ദേവാലയ സ്ഥാപനം ഇങ്ങനെ മിസ്മാനേജ് ചെയ്യപ്പെടുകയും ഭരണം തലകുത്തി വീഴുകയും ഇതുപോലുള്ള കുംഭകോണങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതെന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. കാരണം യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചതെന്താ, 1999 UB ഗ്രൂപ്പ് കൊണ്ടുവന്ന് ഈ ശ്രീകോവിലും അവിടെയുള്ള ചുറ്റും അതിൻ്റെ ദ്വാരപാലകരുമൊക്കെ സ്വർണം പൂശി 30.3 കിലോഗ്രാം സ്വർണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സറണ്ടർ ചെയ്യുമ്പോൾ, ഏൽപ്പിക്കുമ്പോൾ, സർവ്വ പണിയും തീർന്ന് ഏൽപ്പിക്കുമ്പോൾ അവിടെ ദേവസ്വം ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ കൈവശം ഒരു വാല്യബിളിൻ്റെ, നമ്മുടെ തിരുവാഭരണം ഒരു രജിസ്റ്ററുണ്ട്, വലിയ വാല്യബിൾ രജിസ്റ്റർ. അതിനകത്ത് നമ്പറിട്ട് ഈ ഏതെല്ലാം സ്ഥലത്ത് എത്ര ഗ്രാം സ്വർണം അവിടെ പൂശിയിട്ടുണ്ടെന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ റെക്കോർഡ് ചെയ്ത 1999 റെക്കോർഡ് ചെയ്ത ഈ വാല്യബിൾസിൻ്റെ
വില കൂടിയ ഉരുപ്പടികളുടെ വ്യക്തമായ രേഖകളുള്ള സ്ഥലത്താണ് ഈ 2018 ചെമ്പെന്ന് റിപ്പോർട്ട് ചെയ്തു വന്നപ്പോൾ തന്നെ അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് തെഫ്റ്റിന് കേസെടുത്തില്ല, എന്തുകൊണ്ട് പോലീസ് നടപടികൾ എടുത്തില്ല എന്ന ചോദ്യമാണ് ബാക്കി. അന്ന് കാണിച്ച അന്ന് അവരുടെ ദൃഷ്ടിയിൽപ്പെടാത്ത, അല്ലെങ്കിൽ ദൃഷ്ടിയിൽപ്പെട്ടിട്ടും കണ്ണടച്ച സംഭവവികാസമാണ് ഇന്ന് 2025 വളർന്ന് ഈ ഘട്ടത്തിലെത്തിയത്. നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. കാലഘട്ടം കഴിഞ്ഞതോടുകൂടി ഈ ഹിന്ദു ധർമ്മ സ്ഥാപനത്തിൻ്റെ ഭരണം താറുമാറായിരിക്കുകയാണ് എല്ലാ മേഖലയിലും. നിങ്ങൾ നേരത്തെ പറഞ്ഞത് 100% ശരിയാണ്. ഏതാണ്ട് 50 കോടിയിൽ പരം രൂപ, 100 കോടിയുടെ അടുത്ത് വരും. ദേവസ്വം ബോർഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും ക്ഷേത്രം ഭരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അപഹരണം നടത്തിയത് ആഡിറ്റ് നോട്ടുകളിൽ, ആഫീസുകളിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. 11,70,000 രൂപ തിരുവല്ലം ദേവസ്വത്തിൽ നിന്ന് അടിച്ചു മാറ്റി. അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് വന്നപ്പോൾ 70,000 രൂപ അടച്ചിട്ട് ആ ഉദ്യോഗസ്ഥ ഇന്നൊരു മെമ്പറുടെ പേഴ്സണൽ സ്റ്റാഫിൽ അസിസ്റ്റൻറ്റ് കമ്മീഷണറായിട്ട് വിലസാണ്. അവിടെ യാതൊരു നടപടിയുമില്ല. എസ്റ്റേറ്റ് ഡിവിഷൻ എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനും സംഘവും ഭരിക്കുന്ന ഒരു ആഫീസ്. 5 വർഷത്തെ ആഡിറ്റിൽ കണ്ടത് 2.5 കോടിയാണ്. റിട്ടയർ ചെയ്തവൻ സുഗമമായി ഗവൺമെൻറ്റിലെ ചെയ്യുന്ന പോലെ ഒരു പ്രതിജ്ഞാപത്രം എഴുതി കൊടുത്ത് അവൻ്റെ റിട്ടയർമെൻ്റ് ആനുകൂല്യങ്ങൾ മേടിച്ചു പോയി. പഴയ കാലത്ത് ഞങ്ങളൊക്കെ 10-32 വർഷം ജോലി ചെയ്തിരുന്ന ഈ സ്ഥാപനമാണ്. അന്ന് ഇത്രയും രാഷ്ട്രീയ അധിപ്രസരമില്ല. നമ്മുടെ HRA ആക്ട് പരിശോധിക്കൂ, 61 സെക്ഷനുകളുണ്ട്. ഇതൊരു സ്വതന്ത്ര ഭരണ സ്ഥാപനമാണ്. ദേവസ്വം ബോർഡിനെ നിയോഗിക്കാനല്ലാതെ ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കാൻ ഈ കേരള ഗവൺമെൻറ്റിന് ഒരു അധികാരവും നമ്മൾ HRA ആക്ടിൽ, അടിസ്ഥാന നിയമമായ HRA ആക്ടിൽ കാണുന്നില്ല. പക്ഷേ ഇന്ന് പൊതുജനങ്ങളും നാട്ടുകാരും കാണുന്നത് എന്താ? അവസരത്തിലും അനവസരത്തിലും ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അങ്ങനെ ശക്തിയായി 1300 കോടി തന്നു, 4000 തന്നു, ഇങ്ങനെ അവകാശവാദവുമായി. പഴയ കാലത്ത് ഒരു 10-20 വർഷത്തിനു മുമ്പ് ശബരിമല ഫെസ്റ്റിവലിൻ്റെ കോൺഫറൻസ് നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരും ബോർഡും മാത്രമാണ്. മറ്റു സഹോദര സ്ഥാപനങ്ങളിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലും മറ്റുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. ഇപ്പോൾ നേരിട്ട് രാജ്യം ഭരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ പമ്പയിലേക്ക് ഒഴുകുകയാണ്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ നടന്ന കോൺഫറൻസുകൾ അവർ കയ്യിലെടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഏത് കാര്യത്തിലും രാഷ്ട്രീയ. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഈ തിരുവിതാംകൂർ മഹാരാജാവ് അവരുടെ ആസ്ഥാനം പത്മനാഭപുരം ആയിരുന്നു. അവർ തിരുവനന്തപുരത്തേക്ക് അവരുടെ ഭരണം മാറ്റിയപ്പോൾ അവരുടെ പൂജാപരമായ ചടങ്ങ് നിർവഹിക്കുന്നതാണ് നമ്മുടെ ഈ നവരാത്രി വിഗ്രഹ ഘോഷയാത്ര എഴുന്നള്ളത്തും. അപ്പോൾ അത് പത്മനാഭപുരം പാലസിൽ നിന്ന് ആ ഉടവാൾ ഏറ്റുവാങ്ങിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കമ്മീഷണറും HRNC കമ്മീഷനുമാണ്. ഇന്ന് തമിഴ്നാട്ടിൽ HRNC കമ്മീഷൻ അവിടെ വരും, ഉടവാൾ കൊടുക്കും. പക്ഷേ കേരളത്തിലെ കമ്മീഷണർക്ക് ഉടവാളും കിട്ടത്തില്ല, അതിൻ്റെ വാലും കിട്ടത്തില്ല. കാരണം അവിടെ രാഷ്ട്രീയക്കാരുടെ മന്ത്രിമാരുടെ പ്രളയമാണ്. അപ്പോൾ ഇമ്മാതിരി ഈ ഹിന്ദു ധർമ്മ സ്ഥാപനത്തിൻ്റെ ഭരണത്തിൽ അടിമുടി അങ്ങോട്ട് ഇടപെടാൻ തുടങ്ങിയാൽ, ഭരിക്കാനായിട്ട് ബോർഡ് പ്രസിഡന്റിനെയും മെമ്പർമാരെയും നിയമിച്ചു കഴിഞ്ഞാൽ അവർ ഭരിക്കട്ടെ, അവരെ ഭരിക്കാൻ അനുവദിക്കൂ. അപ്പോൾ അവരെ ഭരിക്കാൻ അനുവദിക്കാതെ എവിടെയും ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടത് ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയമില്ലാത്ത ഒരവസ്ഥയിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വളർന്നു, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും വളർന്നു. ഇപ്പം തന്നെ നമുക്കറിയാം ഈ കാര്യത്തിൽ പമ്പാ സംഗമം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതി 11-ാം തീയതി, നവംബർ 11-ാം തീയതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. പ്രാഥമിക കാര്യങ്ങളിൽ പോലും ദേവസ്വം ഫണ്ട് ഉപയോഗിക്കുന്നതല്ല എന്ന് സത്യവാങ്മൂലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമർപ്പിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജ്യം മുതൽ പണം എടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഈ 11-ാം തീയതി ഇത് എൻഡോഴ്സ് ചെയ്തിട്ട് ബോർഡിൻ്റെ അഫിഡവിറ്റ് സ്വീകരിച്ചുകൊണ്ട് കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ദേവസ്വം 11-ാം തീയതി, ആ കറക്റ്റ് 15-ാം തീയതി 4 ദിവസം കഴിഞ്ഞപ്പോൾ ദേവസ്വം ഫണ്ടിൽ നിന്ന് 8.5 കോടി രൂപ MOU വെച്ച് 3 കോടി റിലീസ് ചെയ്യാൻ ദേവസ്വം കമ്മീഷർക്ക് ആര് ധൈര്യം കൊടുത്തു? ഇതെങ്ങനെ സംഭവിച്ചു? എന്നിട്ട് നാട് മുഴുവൻ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ എത്ര രൂപ കൊടുത്തു? ഇതൊക്കെ ഈ പാവപ്പെട്ട ഭക്തജനങ്ങൾ തലയ്ക്കൊഴിഞ്ഞിടുന്ന കാശാണ് എടുത്ത് ചെയ്യുന്നത്. ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ഇത് പറയാം, അവിടെ ഇതുണ്ട്. കോടതി എവിടെല്ലാം പോകും? ഭരിക്കേണ്ടവർ ഭരിക്കണം, അവരെ ഭരിക്കാൻ അനുവദിക്കുന്നില്ല. ഏതു കാര്യത്തിനും, പൂജാകാര്യത്തിനായാലും അമ്പലത്തിലെ പൂജ ബുക്ക് ചെയ്ത് പടിപൂജ
അവിടെയും രാഷ്ട്രീയ ഇടപെടൽ. ഏത് കാര്യത്തിലായാലും രാഷ്ട്രീയ ഇടപെടലാണ്. നമ്മുടെ മനസ്സിലുണ്ട് പണ്ട് ടി.എൻ. ഉപേന്ദ്രനാഥക്കുറുപ്പും എൻ. ഭാസ്കരൻ നായരും ഒക്കെ ഭരിച്ച ബോർഡിൻ്റെ ഒരവസ്ഥ നമുക്കറിയാം. ഒരു രാഷ്ട്രീയക്കാരെ ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. ശബരിമല കോൺഫറൻസ് നടക്കുമ്പോൾ, ശബരിമല ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവിടെ ദർശനത്തിന് മന്ത്രിമാർ വരുന്നതല്ലാതെ അവിടെ ഇതിൻ്റെ അലകും പിടിയും മാറാനും ഇത് സംസ്ഥാനത്തെ മന്ത്രിമാരെയൊന്നും ഞങ്ങളവിടെ കണ്ടിട്ടില്ല. ഇപ്പോൾ അതല്ല സ്ഥിതി. ഇത് മുഴുവൻ രാഷ്ട്രീയവൽക്കരിക്കുകയും നമ്മൾ ഇല്ലാത്ത അധികാരം. സത്യത്തിൽ ഞാൻ പറഞ്ഞു, ഈ ശബരിമല ദേവസ്വം ബോർഡിനെ പറ്റി കൈയിട്ട് വാരാനുണ്ടല്ലോ സാർ, കൈയിട്ട് വാരാനുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായും രാഷ്ട്രീയക്കാർ മന്ത്രിമാരൊക്കെ ഒഴുകിയെത്തും. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ എന്നാൽ ഈ ആക്ട് എടുത്ത് കളയുക, HRA ആക്ട് കത്തിച്ച് കളയുക, അത് എല്ലാം ഗവൺമെന്റിന്റെ ഒരു സബ്സിഡറി സ്ഥാപനമാക്കുക. കവനന്റിൽ പ്രത്യേകം പറയുന്നുണ്ട്, 1949 കവനന്റിൽ 22 ആ ആർട്ടിക്കിളിൽ പ്രത്യേകം പറയുന്നുണ്ട്, രാഷ്ട്രീയ വിഭിന്നമായി എല്ലാ കാലത്തും ഇത് ഇങ്ങനെ തന്നെ ഭക്തജനങ്ങളും അവരുടെ ഭക്തിയുള്ള ഈശ്വരവിശ്വാസമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുമാണ് ഈ സ്ഥാപനം ഭരിക്കേണ്ടതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഈ ആക്ടിൽ അമെൻമെൻറ്റ് പോലും റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട് കവനൻറ്റിൽ. ഇനി ഇതിനകത്ത് ഡിസ്പ്യൂട്ട് വന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു കമ്മിറ്റി വെച്ച് റിഡ്രസ് ചെയ്യണമെന്ന് കവനൻറ്റിൽ പറയുന്നത്. ഇത്ര സുരക്ഷിതമായ ശക്തമായ സ്വതന്ത്ര ഭരണ സംവിധാനമായ ഈ സ്ഥാപനം ഘട്ടമായി ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരടിമ സ്ഥാപനമായി തീർന്നിരിക്കുകയാണ്. ഇത് ആരുടെ കുഴപ്പമാണ്? ബോർഡ് പ്രസിഡൻറ്റിൻ്റെ കഴിവുകളാണോ? ഗവൺമെൻറ് അതിപ്രസരമാണോ? അധികാരം കൊടുത്തത് ഉപയോഗിക്കാത്തതിൻ്റെ തകടകാണോ? ഇതെല്ലാം ഈ സ്വർണം ചെമ്പായതും ഇതെല്ലാം ഇതിൽ കൂടുതൽ ഉണ്ടായില്ലെങ്കിലേ അതിശയമുള്ളൂ. കാരണം ദേവസ്വം ലാൻഡുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഏതാണ്ട് 2 ലക്ഷത്തോളം ഏക്കർ ലാൻഡ് വല്ലവരുടെയും കയ്യിലാണ്. ഇതൊന്നും എടുക്കാനൊരു നടപടി ഇവിടെ നടത്തിയിട്ടില്ല. ഇതാണ് ഇവരുടെ ചുമതല. ദേവന്റെ മുതൽ കാക്കുക.